മാനേജരെ മർദ്ദിച്ചതിന് നടൻ ഉണ്ണിമുകുന്ദനെതിരെ പോലീസ് കേസെടുത്തു. മാനേജർ വിപിൻ കുമാർ നൽകിയ പരാതിയിലാണ് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഉണ്ണിമുകുന്ദന്റെ ഒടുവിൽ ഇറങ്ങിയ സിനിമ പരാജയപ്പെട്ട സാഹചര്യത്തിൽ മാനേജർ മറ്റൊരു സിനിമയെ പുകഴ്ത്തി സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടതാണ് നടനെ പ്രകോപിപ്പിച്ചത്. ഉണ്ണിമുകുന്ദൻ തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് മാനേജർ ചങ്ങനാശ്ശേരി സ്വദേശി വിപിൻ കുമാർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. കാക്കനാട് DLF ഫ്ളാറ്റിന്റെ 1-ാം നിലയിലുള്ള ആളൊഴിഞ്ഞ പാർക്കിംഗ് സ്ഥലത്തേക്ക് തന്നെ വിളിച്ചു വരുത്തി യാതൊരു പ്രകോപനവും കൂടാതെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. കൂടാതെ തൻ്റെ മുഖത്തിരുന്ന വിലയേറിയ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വലിച്ചെറിഞ്ഞ് ഉടച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഉണ്ണിമുകുന്ദൻ ശത്രുത പുലർത്തുന്ന മറ്റൊരു നടൻ തനിക്ക് സമ്മാനമായി നൽകിയതായിരുന്നു കൂളിംഗ് ഗ്ലാസ്. ഉണ്ണിമുകുന്ദൻ്റെ ഒടുവിൽ ഇറങ്ങിയ സിനിമയായ ഗെറ്റ് സെറ്റ് ബേബി പരാജയപ്പെട്ട സാഹചര്യത്തിൽ മറ്റൊരു സിനിമയെ പുകഴ്ത്തി സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടതാണ് നടനെ പ്രകോപിപ്പിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത്. തൻ്റെ ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടതോടെ നടൻ അണിയറ പ്രവർത്തകരുമായി അകൽച്ചയിലാണ് എന്നും പരാതിക്കാരൻ പറയുന്നുണ്ട്. ഇതിനിടെയാണ് ടൊവിനോ ചിത്രമായ നരിവേട്ടയെ പ്രശംസിച്ച് താൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത്. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അസഭ്യം പറഞ്ഞ് മർദ്ദിക്കാനുള്ള കാരണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പരാതിക്കാരൻ്റെ വിശദമായ മൊഴി ഇൻഫോ പാർക്ക് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന് പുറമെ സിനിമാ സംഘടനയായ ഫെഫ്കയിലും മാനേജർ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷമായി ഉണ്ണിമുകുന്ദൻ്റെ മാനേജറായി പ്രവർത്തിച്ചു വരികയായിരുന്നു പരാതിക്കാരൻ.